പ്രിയപ്പെട്ട പിതാവിന്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സംസ്കാര ശുശ്രൂഷയിൽ കൂടെ ഇരിക്കണമേ, വാഹനത്തിൽ കൂടെ ഇരിക്കണമേ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോട് കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ രൂപയുടെ സംബന്ധവാസവും ദൈവമായ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരുടെ പേരും പ്രത്യേക വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയദാസന്റെ ആത്മാവോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു, എൻ സ്വദേശം കാൺമതിന്ന് ബദ്ധപ്പെട്ടോടിടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതി. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ 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 സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നിലത്തെ പൊടി കൊണ്ട് ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നുള്ളതാണ്. പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ട ഈ ജീവിതം പൊടിയിലേക്ക് തന്നെ ചേരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ നിശ്ചയം. ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനായ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾ വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വേണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. വേർപാട് എപ്പോഴും വേദനാജനകമാണ് എല്ലാവർക്കും അറിയാം. പക്ഷേ മരണം എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ന ബോധ്യം നമ്മളെ നയിക്കേണ്ടിയിരിക്കുന്നു. ഓരോ മരണവും ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട C.T. വർഗീസ് സാർ സൺഡേ സ്കൂളിന്റെ പ്രവർത്തകനായി
നിലയ്ക്കൽ ഭദ്രാസനം നിലവിൽ വരുന്നതിന് മുൻപ് തുമ്പമൺ ഭദ്രാസന സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ട് ദീർഘകാലം പ്രവർത്തിച്ച ഒരു മാന്യ അദ്ദേഹമാണ്. നിൻ ശരണത്തിൽ നിദ്രിതരാ ഭക്തകരുളണമൂർധാനം താൽക്കാലികമാം വാസത്തിൽ നടിയാനേ നീക്കിയ മശിഹ കനിവോടു കൈക്കൊള്ളണമിവനെ വിധിയതിലേറ്റരുതേ. കുടുംബാംഗങ്ങളുടെ ആശ്വാസം നൽകണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അമ്മച്ചി ഇവിടെയുണ്ട്. അമ്മച്ചിക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയും ഞങ്ങളുടെ എല്ലാവിധമായ അനുശോചനങ്ങളും രേഖപ്പെടുത്തുകയും കൊച്ചന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. സമൃദ്ധിയായ ജീവൻ ആരംഭിക്കുന്നത് ഈ ശരീരം വിട്ട് ദൈവത്തോട് ചേരുമ്പോഴാണ്. ഈ താൽക്കാലികമായ കൂടാരം വിട്ട് കർത്താവിനോട് ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട് നാം എപ്പോഴും മരിച്ചവരെ നമ്മളിൽ കടന്നുപോയ എല്ലാവരെയും എല്ലാ പ്രാർത്ഥനയിലും ഓർക്കാറുണ്ട്. അതിന് വേദവസ്തുതാടിസ്ഥാനമായ ഒരുപാട് സത്യങ്ങളും കർത്താവിൽ മരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മരിക്കാം. പക്ഷേ കർത്താവിൽ മരിക്കുന്ന വ്യക്തികളായി തീരണമെങ്കിൽ കർത്താവിൽ ജനിക്കുന്നവരായിരിക്കണം. വീണ്ടും ജനനം, ബോൺ എഗെയിൻ, വീണ്ടും ജനനം, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ജനിച്ച അനുഭവം ഉണ്ടാകണം. അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആകയാൽ ആ പുതിയ സൃഷ്ടിയുടെ അനുഭവം ഉണ്ടാകണം. ഒരുപാട് പുസ്തകത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നത്തിൽ വിശ്രമിക്കേണ്ടതാകുന്നു. ഞാൻ പോയി സ്ഥലമൊഴിക്കാൻ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഓരോ ക്രിസ്ത്യാനിക്കും ഓരോ വിശ്വാസിക്കും പ്രത്യാശ നൽകുന്ന വാക്യമാണ്. ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്നും നിത്യമായ ഒരു ജീവിതം നമുക്കുണ്ട് എന്നും നാം വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നു ജീവനായും, തിന്മ ചെയ്യുന്നു ദണ്ഡവിധിക്കായും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ശരണത്താലേ
കൃപയിൽ ജീവസ്വരമണക്കണമേ സൃഷ്ടകനെ നിൻ ഗാത്രത്തെ ഭാക്ഷിച്ചും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഞങ്ങൾ എല്ലാവരുടെയും ഈ കുടുംബത്തിന്മേലും എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും ഞങ്ങളിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സാരമരിച്ചോടെ ആത്മാക്കളോടുകൂടിയും പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ സഹോദരന്റെ ആത്മാവോടുകൂടിയും ഈ സഹോദരന്റെ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളോടുകൂടിയും എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും ഇപ്പോഴില്ല ഇപ്പോഴും നീക്കം ഉണ്ടായിരിക്കുമാറാണമേ. മരിച്ചോ കരുണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമിവൻ വലഭാഗത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പോലെ
ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടതയുടെ രക്ഷപ്പെടണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം സമർപ്പിച്ച് ശരീരത്തിനെ കീഴ്പ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അവിടെ ഇതെല്ലാം ഞങ്ങളെ പരമായ നന്മയ്ക്കാക്കി തീർക്കുമെന്നുള്ള വിശ്വാസത്തോടൊപ്പം ഞങ്ങൾക്ക് തരണമേ. നിന്റെ മകന്റെ വേർപാടുകളുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള പ്രവേശന സാന്നിധ്യം മൂലം പരിഹരിക്കണമേ. ഇവന്റെ ഏകലോക ജീവിതകാലത്തെ കുടുംബത്തിനും സഭയ്ക്കും നാടിനും ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കു വേണ്ടി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പള്ളിക്കാരും അടുത്ത ആൾക്കാരും ഒക്കെ സിറ്റി പരിശീലനം ഏതെങ്കിലും സുഹൃത്തുച്ചാരെന്നാണ് പറയുന്നത്. ആദ്യകാലം തൊട്ടേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ അതിപ്രസരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. ധാരാളം കമ്മിറ്റിയിൽ ഞങ്ങൾ കുറിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഞങ്ങളുടെ അഭ്യുദയകാംക്ഷയായിട്ട് ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും വേണ്ട പ്രോത്സാഹനവും തന്ന് ഞങ്ങളോട് നിന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ പ്രവർത്തകർക്കുള്ള ആ ദുഃഖമറിയിക്കുന്നതായ പിന്നെ ബന്ധുക്കള് സുഹൃത്തുക്കള് വേണ്ടപ്പെട്ടവരെല്ലാം ഞങ്ങളുടെ സന്ദേശം ഞങ്ങളുടെ വികാരവും ഞങ്ങളുടെ ഇതും ഞങ്ങൾ ഭരണം സംബന്ധിച്ചാലും അന്നത്തെ ബ്ലോക്ക് കമ്മിറ്റിയിൽ ഞങ്ങൾ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. എന്നും ഞാൻ വന്ന് സംസാരിക്കുക. അന്നത്തെ പിന്നെ എനിക്ക് കുറെ ആളാണ് ഈ ബ്ലോക്കാണ് ഞങ്ങൾ ബന്ധമില്ലാത്തതുകൊണ്ടുള്ളത്. അന്ന് വളരെ ബന്ധപ്പെട്ടിരുന്ന കോൺഗ്രസിന് വേണ്ടി നിശബ്ദമായിട്ട് വളരെ സേവനം ചെയ്തിട്ടുള്ള ബന്ധമാണ്. ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ബന്ധുക്കളൊക്കെ ഉണ്ട്. പുള്ളിയുടെ മക്കളുമായിട്ട് വളരെ സ്നേഹബന്ധത്തിലായിരുന്നു ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെ. ഈ മരണമെന്നുള്ളത് ആർക്കും മാറ്റപ്പെടാൻ പാകത്താണ്. ഇത്രയും കാലം വളരെ വലിയ പ്രയാസങ്ങളില്ലാതെ ഈ വളരെ ദീർഘകാലം വധിക്കാൻ ദൈവം നമ്മുടെ ആരോഗ്യം കൊടുത്തു. അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. വർഗീസ് സാറിന്റെ നിര്യാണത്തില് എല്ലാവർക്കും വ്യസനമുണ്ടെങ്കിലും ദൈവം വിളിക്കുന്ന സമയത്ത് ഇത്രയും നാൾ നമ്മുടെ കൂടെ ജീവിച്ചിരുന്നു കഴിഞ്ഞ ശേഷം ദൈവം വിളിച്ച സമയത്ത് ആ പൂന്തോട്ടത്തിലേക്ക് ഈ ശുശ്രൂഷകനെ ആവശ്യമുള്ളതുകൊണ്ട് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വ്യസനിക്കേണ്ട കാര്യമില്ല. ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സൺഡേ സ്കൂൾ നിലയ്ക്കൽ ഭദ്രാസനത്തിന് വേണ്ടി ഇപ്പോൾ സെക്രട്ടറി ജോസ് കെ എബ്രഹാം ഹൃദയത്തിൽ എഴുത്തുവയ്ക്കുന്നതാണ്. സൺഡേ സ്കൂൾ റാന്നി ഡിസ്ട്രിക്റ്റിന് വേണ്ടി ഇൻസ്പെക്ടർ സൂസൻ ജേക്കബ് ഇപ്പോൾ എഴുത്തുവയ്ക്കുന്നതാണ്. ഞങ്ങളുടെ നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ സൺഡേ സ്കൂൾ അധ്യാപകരുടെയും കുട്ടികളുടെയും ഭാരവാഹികളുടെയും മൊത്തമായിട്ടുള്ള അനുശോചനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എൻ്റെ ഗുരുവും അതുപോലെ തന്നെ സാറിൻ്റെ സഹ അധ്യാപകനുമായി ഏതാണ്ട് 25 വർഷക്കാലം ഞാൻ നമ്മുടെ പള്ളിയിൽ സാറിനോടൊപ്പം സേവനമനുഷ്ഠിക്കാനുള്ള സന്ദർഭം എനിക്ക് ലഭിച്ചു. ഞങ്ങളുടെ എല്ലാം ഗുരുനാഥൻ കൂടിയാണ് ജോർജ് ചായൻ. ഈ വേർപാടിൻ്റെ നിമിഷങ്ങൾ നമുക്കൊക്കെയും വളരെയധികം വേദനയുളവാക്കുന്ന ഒരനുഭവമാണ്. എന്നാൽ 98 വർഷക്കാലം ഈ ലോകത്തിലെ മാതൃകാ പിതാവായിട്ട് ജീവിച്ച് ദൈവം നിശ്ചയിച്ച സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. നമുക്കൊക്കെയും ഇത്രയും വർഷം ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ആയിരിക്കുന്ന സമയങ്ങളിലെ ഇപ്രകാരമുള്ള മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുവാനും നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിലെ പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങാം. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഈ ഭവനത്തില് മൂത്ത മകൻ സണ്ണിയുടെ മകൾ സിനി ആണ് എൻ്റെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ബന്ധത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ ഏതാണ്ട് 45-50 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കുമ്പോൾ ഈ തോട്ടം പള്ളിയിലെ അധ്യാപകരുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ ഭവനത്തിൽ വന്ന് ചോറ് കഴിക്കുവാനിടയായി. അപ്പൊ 50 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പരിചയമാണ്, ഒരു സ്നേഹമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഇപ്പോൾ ഈ പിതാവിന്റെ വേർപാടില് ഞങ്ങളുടെ കുടുംബത്തിന്റെ പകലോമറ്റം കുഴിമണ്ണി കുടുംബത്തിൻ്റെതായിട്ടുള്ള അനുശോചനം, അതുപോലെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മൗൺസിയൻ ഗ്രൂപ്പിന്റെ അനുശോചനം, വ്യക്തിപരമായ അനുശോചനം ഒക്കെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയും ചെയ്യും. മഷിഹാനിദ്രാവശരായോ വീണ്ടും
ബലവാനും കാരുണ്യവാനുമാകുന്ന അധികമായ കർത്താവേ, തിരുസന്നിധിയിൽ നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ പരിമളധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാസനങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള പ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കി തീർക്കുകയും ചെയ്യണമേ. മോറൻ വലോഹാൻ ലോൽമേ കടുങ്കൈ പാടി മരണക്കാസ വരികലവം പോകാമുടയോ നിന്നെ ആരായോ നെന്നാത്മാവോ പ്രാദൂതൻ ചൊല്ലോ നേരം പാരം ഓരം ഖേദകരം കണ്ണീർ കവിളിലഴുക്കിക്കൊണ്ട ശാന്തിയോടുദ്ധാരത്തോളം താനുവേ നിവസിക്ക. ഹല്ലേലൂയ ഹല്ലേലൂയ മനോലം വാദാമനോലം വൽബിനമിന ഹല്ലേലൂയ വേർപാടിൻ വേളയിലാകാമേയോ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. നാളുകളോ ഹല്ലേലൂയ ചെടി പോലെ പാറിക്കുമോ മനോലം വാദാമിനോലം ാരേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരുദാസനേ ജീവാസ്വരമതുണർത്തുന്നമേ ശരീരം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവരെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. യേശു തമ്പുരാൻ അരുൾ ചെയ്തു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.
ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഉദ്ധിതനായ മിശിഹാ തമ്പുരാൻ അരുൾ ചെയ്തു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. സിംഹാസനത്തിൽ നിന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുൾ ചെയ്തു. ും
അനുഗ്രഹമാകുന്നു. മരണത്തെ മാറ്റി കളയുവാൻ മനുഷ്യസംഹാരനായ മാസത്തെ കൊല്ലുവാനുമായിട്ട് യേശുവിശിഹായ ലോകത്തിലേക്ക് ന്യായിക്കുകയും താല്പര്യമുള്ള ആത്മാവിലും രക്ഷയുമാൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണ്ണമായ ഈ ലോകത്തിൽ നിന്ന് ശ്രദ്ധവും അനശ്വരമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഈ ലോകങ്ങൾക്കും അധികാരിയുമായിട്ടുള്ളവരെ ഈ താൽക്കാലിക ജീവിതമാകുന്ന ശ്വാസപ്പെട്ട് യാത്രയായിരിക്കുന്ന ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്ധിയിൽ ഞങ്ങളവരെ പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയായി സ്വർഗീയ ഭാഗ്യങ്ങൾ സ്വീകരിക്കുന്നവരായ സമാധാനം മൂലം കർത്താവേ ദാസന്റെ നീ കൈക്കൊള്ളണമേ. കർത്താവേ ദുർഗാത്മാക്കളെയും ഈ ദാസന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. ആയുധാടിയുടെ ബന്ധനത്തിൽ വിടുത്തണമേ. തിരുനാമം ഭക്തരുമായിരിക്കുന്നവരുമായവരെ ചുറ്റിനിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഈ ദാസന്റെ പിന്മാറണമേ. നിന്റെ കടങ്ങൾ ക്ഷമിക്കണമേ. ഈ ദാസന്റെ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയുടെ സഹായം പരസ്യമായി അയച്ചുകൊടുക്കണമേ. കൃപാപൂർണ്ണമായ ഈ ദാസൻ ഞെട്ടിക്കൊടുത്ത് ചുഴിയുന്നതിനെ ഉദ്ധരിച്ചുകൊള്ളണമേ. അദൃശ്യമായ സഹായിക്കണമേ. പിശാചികളുടെ ഭയങ്കരമായ ഒളിയുടെ നിന്ന് ഈ ദാസനെ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവേ ഭക്തന്മാർക്കെത്തുന്നവരെ ഈ ദാസന് കോട്ടയമനയായും കാവൽക്കാരൻ സഹായം അവിടുന്നായിരിക്കണമേ. അവിടെ ആഗ്രഹമില്ലാത്തതായ മഹിമയിലായിരിക്കണമേ. അബ്രഹാമിന്റെ വഴിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ കർത്താവേ ഇവന് സംഗതിയാക്കണമേ. നിന്റെ ആരാധ്യകാലങ്ങളെല്ലാവരെയും യോഗ്യമാക്കി തീർക്കണമേ. വെളിപ്പെടുത്തുവാൻ ജീവിതത്താൽ അന്തരാളങ്ങൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ ഞങ്ങളെ ഗ്രഹിക്കുവാൻ ഇടയാക്കണമേ. കർത്താവേ കരുണാനിധിയായ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മാനവരായിരിക്കുന്നവർക്ക് പ്രസാദം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്നവർക്ക് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ സമം പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവിടെ മുഖത്തും കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ പ്രത്യാശയിൽ മുൻപോട്ടിന്റെ അടുത്തേക്ക് യാത്രപ്പെട്ടവരും ശ്രേഷ്ഠവും മാന്യമായ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും പരിചരിക്കുന്നുണ്ട് കൃപയാൽ ഭാഗ്യകരമായ ഫലങ്ങൾ വിശുദ്ധന്മാരോടുകൂടെ ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയായ പ്രസന്നമുഖങ്ങളോടെ കേൾക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ മുൻകൂട്ടി നിർവാഹിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി അവിടുത്തെ കർത്തൃദാസന്മാർ ഞങ്ങളെല്ലാവരും ആദ്യമെല്ലാം രാജ്യത്തിൽ
അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവായ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെ അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രൻ നൽകി ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ പിതാവിനെ ബഹുമാനിക്കുന്നില്ല. സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വാതിൽ കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ആ സമയം വരുന്നത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്നാൽ പിതാവിനെ നിങ്ങൾ തന്നെ ജീവനുള്ള പ്രകാരം തന്നെ പുത്രനും നിങ്ങൾ തന്നെ ജീവനുണ്ടായിരുന്ന വരം നൽകിയിട്ടുണ്ട്. ന്യായവിധി മൊഴി നടത്തുവാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മനുഷ്യപുത്രനാകുന്നു. ശവക്കലകളിൽ സ്ത്രീകളെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടി, തിന്മ ചെയ്തവർ ഗണനയ്ക്ക് വേണ്ടി പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് താൻ കൽപ്പിച്ചറിവ് ചെയ്തു. ശത്രുവിന്റെ പാളയത്തിൽ നിന്നും ഇവൻ രക്ഷയാപ്പെടുമാറാകണമേ. പ്രകാശോരൻ വിശുദ്ധന്മാരോടുകൂടി ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും മനുഷ്യരുമായിരിക്കും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. ഓശോ വകുപ്പുമോലെ സുബാലോൽമേ. പ്രയത്നമെന്നുള്ള വിശ്രമത്തിനും യുദ്ധമെന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധരോടുള്ള ആനന്ദനുമായി പിതാവിന്റെ പുത്രന്റെ ജീവനസ്വാടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി തന്നെ ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തിരികെ ചേരും. വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്ത പ്രകാരം കർത്താവേ വിക്ഷമേദാസനം നിറവേറ്റപ്പെട്ടിരിക്കുന്നു. അവനോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിനും ശരണം നൽകും സകലവരെയും കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. നിങ്ങളെന്നും പ്രിയരെ പിരിയുന്നേ സ്വീകരണം ഞാൻ നേടാനത്തിപ്പിൻ. ഒരു നിമിഷം കൊണ്ടുടയോനെ മുതലേ ജീവിപ്പിക്കും നിൻപരവധി കൂടം എന്നേക്കോ ശ്ലോമോ നൽകിടുവിൻ. ഓർക്കിൻ പ്രിയരെ എന്നെ പ്രാർത്ഥനയിൽ മരണമായും സൃഷ്ടാവിൻ കന്യാൻ മൃതരെഴുന്നേൽക്കും ശ്രീതം പാടും. നമ്മുടെ രക്ഷയെ എഴുന്നള്ളിയ നാളൻ നമ്മുടെ ജീവൻ എഴുന്നള്ളുന്നൂനം. അവസാനം നീങ്ങിയ നിന്നുള്ള ആനന്ദത്തിൻ ദുഃഖമാർന്നല്ലോ. അവസാനം തരണം ചെയ്ത
നിന്റെ സ്നേഹയുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആമീൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാരം ശുശ്രൂഷയിലേക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവിന്റെ കൽപ്പനയാൽ മഹാകരുണയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകൾ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിൽ വന്ന് ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസവും ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് പാപപരിഹാരം നൽകുകയും ചെയ്യുമാറാകണമേ. വാത്സല്യ സഹോദരങ്ങളെ പരസ്പരം ആശ്രയിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുകയും മൃഗത്തിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുദ്ധഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പന അനുസരിച്ച് പരിശുദ്ധ സഭയുടെ പ്രജകളെന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളുടെ സഹായത്തിൽ വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ. കർത്താവ് തന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹാ നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യ സമ്പൂർണമായ തന്റെ ശ്രീഭണ്ഡാരത്തുനിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയക്കുകയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ്
തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം എന്ന വാശിയുള്ളവനെന്ന് അല്ലി ചെയ്ത സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെ വരെയും തന്റെ ശരീരത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ മിശിഹായുടെ ദാസനെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവിനെ തന്റെ വലത്തുഭാഗത്ത് വിളിച്ച് നിർത്തുവാനാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവന്റെ വാസവാനതുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമ്മയുടെയും ഞങ്ങൾ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ ഭവനത്തിലും ഈ ഭൗതിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ തന്റെ ശരീരത്തിനെ പ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസനും ആരാധനുമായവനെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടാകുകയും ചെയ്യുമാറാകട്ടെ. ആകാശം ഭൂമിയിൽ ആത്മീയമായ ശുശ്രൂഷകൾ സമർപ്പിച്ചാൽ എല്ലാവരും ദൈവമായ കർത്താവ് അത്യന്തിക്കുമാറാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ പരേതരായ വിശ്വാസത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ വേർപാടില്ലാത്തലായിരുന്ന എല്ലാ പ്രദേശങ്ങളുടെ പേരും ജീവിതത്തോടെ മേൽ നമ്മുടെ പലതരം ആത്മാക്കളുടെ എപ്പോഴും എപ്പോഴും